ഹലോ ഫ്രണ്ട്സ്, ഒരു 2 വർഷത്തിന് ശേഷം ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഈ മുഖത്ത്. അപ്പോൾ കുറേയധികം പോസിറ്റീവ് റിവ്യൂസിന് ശേഷം വിയറ്റ്നാമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരുപാട് ആൾക്കാർ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. വിയറ്റ്നാം ദെൻ വി ആർ ഗോയിങ് ടു സിംഗപ്പൂർ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ആയിരിക്കും ഇനി വരുന്ന വീഡിയോസിൽ. ഇപ്പോൾ എയർ ഏഷ്യയിൽ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ് ഞാൻ. ഇപ്പം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാഗ് 7 കിലോയാണോ 8 കിലോയാണോ 9 കിലോയാണോ ഒന്നും അറിയില്ല. എയർപോർട്ടിൽ പോയിട്ട് അധികം പൈസ കൊടുക്കാനും താല്പര്യമില്ല. അപ്പോൾ ഫ്രണ്ട് ഒരു വെയിറ്റ് ചെക്കറുമായിട്ട് വരുന്നുണ്ട്. വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. സോ ഐ ആം പ്രിറ്റി എക്സൈറ്റഡ് ഫോർ ദ ജേർണി. എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഫൈനലി ദ വെയിറ്റ് ഇസ് ഓവർ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വന്ന് പിക്ക് ചെയ്തു. നമ്മൾ എത്തിയിട്ടുള്ളത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതൊക്കെ ട്രിവാൻഡ്രം ബേസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങാനും അവസാനിപ്പിക്കാനും കുറച്ചുകൂടി എളുപ്പം. ഈ എയർ ഏഷ്യയിൽ വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ബാഗേജ് തന്നെയാണ്. അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് നോക്കി. നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ. ഐ എം റിലീവ്ഡ്. പിന്നെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട്. ഐ ഹാവ് അനദർ ഫ്രണ്ട്. I'll show you my friend. Chris. Hello. Are you excited for the trip? Yeah, for sure. It's Traveling for the first time in Vietnam. yeah, Vietnam for the first time. Yeah. ഞാൻ ലാസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയതും ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചധികം കഫേസും കാര്യങ്ങളും കൂടി ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ മിസ്സായതുകൊണ്ട് ഞാനൊരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ തന്നെ മേക്ക് ചെയ്തൊരു ടീ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം ടീ കുടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എവിടെ പോയാലും അത്യാവശ്യം കുറച്ച് ടീ ബാഗ്സ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ക്രിസിൻ്റെ ബാഗിൽ ഒരൊറ്റ പഴം മാത്രമായിട്ട് ഇരിക്കുന്നു. വെയിറ്റ് കുറയ്ക്കാനാണോ എന്നറിയില്ല. ഇത് കണ്ടിട്ട് കുറച്ച് നേരം അവനെ നോക്കിയിരുന്ന് ഞാൻ ചിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർക്രാഫ്റ്റിൽ വളരെ ഹാപ്പി ആയിട്ട് ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് മലേഷ്യയിലേക്കാണ്. നിങ്ങൾ കുറേയധികം പണിയെടുത്ത് മടുക്കുമ്പോൾ, ജീവിതത്തോട് ചെറിയ വിരക്തിയൊക്കെ തോന്നി തുടങ്ങുമ്പോൾ ബാഗ് പാക്ക് ചെയ്ത് ഇങ്ങനെ കുറേ യാത്രകളൊക്കെ ഇങ്ങോട്ട് പോവാം. ഇപ്പം നമ്മുടെ തന്നെ കുറേയധികം ടെൻഷനുകളും ബിസി സ്കെഡ്യൂളുകളും കുറേയധികം കാര്യങ്ങളൊക്കെ നമ്മൾ നിലത്ത് വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ പറന്ന് മേഘമൽഹാറിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നേരിട്ടൊരു ഫ്ലൈറ്റ് വിയറ്റ്നാമിലേക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കണക്ഷൻ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ഫ്ലൈറ്റ് ആദ്യം പോകുന്നത് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അത് മലേഷ്യയിലാണ്. അവിടെ നിന്നിട്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറിയിട്ട് നമ്മൾ വിയറ്റ്നാമിലെ തന്നെ ഹോച്ചിമിൻ സിറ്റിയിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ വിയറ്റ്നാം ഞങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. അപ്പം വിയറ്റ്നാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ രാജ്യമല്ല. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധമുണ്ട്. നമ്മൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ വിയറ്റ്നാമിൽ കാണാനും പഠിക്കാനും അറിയാനും ഉണ്ട്.